സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മോനിക്കയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇന്നലെ ചൊവ്വാഴ്ച പാപ്പ തികച്ചും അപ്രതീക്ഷിതമായ സന്ദർശനം നടത്തുകയായിരുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു. വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ദിനത്തിലാണ് സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. റോമിലെ ചരിത്ര കേന്ദ്രമായ പിയാസ നവോനയ്ക്ക് സമീപമാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. തുടർന്ന് മോനിക്ക പുണ്യവതിയുടെ ശവകുടീരം അടങ്ങിയ സൈറ്റ് ചാപ്പലിൽ മാർപ്പാപ്പ പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പും ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് അഗസ്റ്റിൻ ബസിലിക്കയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വത്തിക്കാൻ അംഗീകാരമുള്ള ചൈനയിലെ ഭൂഗർഭ സഭയുടെ മെത്രാനെ ചൈനീസ് ഭരണകൂടം അംഗീകാരം നൽകി. ചൈനയിലെ ടിയാൻജിൻ രൂപതയുടെ അധ്യക്ഷനായി സേവനം ചെയ്യുന്ന ബിഷപ്പ് മെൽക്യോർ ഷി ഹോങ്ജെന്നിനെ സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകിയതിൽ പരിശുദ്ധ സിംഹാസനം സന്തോഷം രേഖപ്പെടുത്തി. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനും വത്തിക്കാനെ അംഗീകരിക്കുന്ന സർക്കാർ അംഗീകാരമില്ലാത്ത ഭൂഗർഭ സഭയുമായി ദശാബ്ദങ്ങളായി ചൈനീസ് സഭ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇരു സഭകളെയും യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 സെപ്റ്റംബർ 22 ബെയ്ജിങ്ങിൽ വെച്ചാണ് മെത്രാന്മാരുടെ നിയമനം സംയുക്തമായി അംഗീകരിക്കുന്ന താൽക്കാലിക കരാർ ഇരു കൂട്ടരും ഒപ്പിട്ടത്. ഒരു വർഷം മുമ്പ് മരവിപ്പിച്ച വിരമിച്ച കത്തോലിക്ക പുരോഹിതർക്കുള്ള റിട്ടയർമെന്റ് ഫണ്ട് ഇല്ലാതാക്കി നിക്കാരാഗൻ സ്വേച്ഛാധിപത്യ ഭരണകൂടം. രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്കെതിരായ ഉപരോധം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ പുതിയ തെളിവാണിത്. ഈ നടപടിയിലൂടെ കത്തോലിക്ക പുരോഹിതന്മാർക്ക് അവർ വർഷം തോറുമടച്ച ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ ഇനിയുണ്ടാകില്ല. 2005 ദേശീയ അസംബ്ലിയിൽ ഈ അസോസിയേഷന്റെ നിയമപരമായ പദവി അംഗീകരിച്ചതാണ്. ഈ ഫണ്ടിൽ നിന്ന് 75 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വൈദികർക്ക് $300, 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വൈദികർക്ക് $150 പ്രതിമാസ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയാണ് ഭരണകൂടം ഇല്ലാതാക്കിയത്. തന്നെ തട്ടിക്കൊണ്ടുപോയ ഹമാസ് സംഘം മോചിപ്പിക്കാൻ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തതായി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മുൻ ബന്ദിയായ മൊറാൻ സ്റ്റെല്ല യാനായി. കഴിഞ്ഞ വർഷം നവംബർ 29 മോചിപ്പിക്കപ്പെട്ട മുൻ ബന്ദിയായ മൊറാൻ സ്റ്റെല്ല ന്യൂസ് ചാനലായ N12 നൽകിയ അഭിമുഖത്തിൽ ഹമാസ് ഭീകരർ തന്നെ തടവിലാക്കിയ സമയത്ത് തന്റെ മോചനത്തിനായി പിതാവിനോട് പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും വിസമ്മതിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറഞ്ഞു. ഇതിനെയെല്ലാം പുറമെ മുസ്ലിമാകാൻ ഒരിക്കൽ ഒരു തീവ്രവാദി തന്നോട് പറഞ്ഞുവെന്നും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരാളെ ശിരോവസ്ത്രം ധരിക്കാൻ നിർബന്ധിച്ചുവെന്നും സ്റ്റെല്ല കൂട്ടിച്ചേർത്തു. ഉദാസീനതയുടെയും തിരസ്കരണത്തിന്റെയും ഇരകളായ കുടിയേറ്റക്കാരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ചേരാനിരുന്ന തന്റെ പതിവ് കാറ്റക്കീസസ് മാറ്റിവെച്ചു. ചില മരുഭൂമികൾ നിർഭാഗ്യവശാൽ കുടിയേറ്റക്കാരുടെ ശ്മശാനങ്ങളായി മാറുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇവ സ്വാഭാവിക മരണങ്ങളല്ല. കുടിയേറ്റക്കാരനെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത്. ജനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള സ്ഥലങ്ങൾ ശവപ്പറമ്പുകളായി മാറുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗം പേരെയും രക്ഷിക്കാമായിരുന്നു. കുടിയേറ്റക്കാരെ പിന്തിരിപ്പിക്കാൻ എല്ലാവിധത്തിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് മനസാക്ഷിയോടും ഉത്തരവാദിത്വത്തോടും കൂടെ ചെയ്യുന്ന ഗുരുതരമായ പാപമാണെന്ന് പാപ്പ അറിയിച്ചു. അനാഥരെയും വിധവകളെയും അപരിചിതനെയും ദൈവം എപ്പോഴും സംരക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.